അതിന് മര്യാദ കേടൊന്നുമല്ലല്ലോ നിന്നോട് ചോദിച്ചത്. അച്ഛനോട് പറഞ്ഞ ഒരു വീട് തരൂന്നല്ലേ പറഞ്ഞുള്ളൂ. എടേ, ആ ചോദ്യം അവരുടെ പാരമ്പര്യത്തിൽ നിന്നുണ്ടായതാ. അതാണ് അവരുടെ സംസ്കാരം. ഇന്നാ കുട്ടി നിന്നോട് ചോദിച്ച ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് മഹാദേവവർമ്മ സാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. മോളുടെ മുത്തച്ഛൻ വേണുവിനൊരു വീട് വേണ്ടെന്ന്. പിന്നീട് സരസ്വതി മാഡവും പ്രതാപൻ സാറും എന്നോടും ഇവനോടും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഔദാര്യം സ്വീകരിക്കാത്ത അഭിമാനികളായി പോയത് ഞങ്ങളുടെ ശരി. ചിലർക്ക് തെറ്റായി തോന്നാം. അവർ ചോദിച്ച ചോദ്യമേ ആ കുട്ടി നിന്നോട് ചോദിച്ചിട്ടുള്ളൂ. അതൊരു തെറ്റാണോ? ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ആ രമ്യയുടെ കഴുത്തിൽ ഒരു താലിച്ചരട് കെട്ടിയിരുന്നെങ്കിൽ ഈ വീടും മാറണ്ട, ഈ വീട് സ്വന്തമാവുമായിരുന്നു. അത് ശരി. അതെന്താ വെച്ചാ അവള് പറഞ്ഞ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണല്ലേ? എന്നേക്കുമായി എന്റെ മകൻ അവളുടെ അടിമ. പതുക്കെ പതുക്കെ പലിശക്കാരി രുക്മിണി ഇവിടെ കയറി വന്ന് ഭരണം തുടങ്ങും. ഇപ്പൊ ഇവനീ വീട്ടിൽ താമസിക്കുന്നത് പോലെ. ഞാനും ഭാര്യയും മക്കളും രുക്മിണിയുടെ നായ്ക്കള്. അവള് കേറി വരുമ്പോ കുറയ്ക്കണം, വാലാട്ടണം. നായെന്നല്ലേ എന്നെ വിളിച്ചത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും അമ്മ മാഡത്തോട് പറഞ്ഞത് വളരെ മോശമായി. ഓഹോ, മോശമായി പോയോ? സംശയം എന്താ? മോശമായി പോയി. ഭാര്യ പറഞ്ഞപ്പോ അവൻ നൊന്തു. നിന്റെ അമ്മ നിന്ന് ഉരുകുന്നത് നിനക്കൊരു പ്രശ്നമല്ല. നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നിന്റെ രാജകുമാരിയെ വിളിച്ച് അവളെ കൊട്ടാരത്തിൽ പോടാ. ഇവിടെ ഞാനും ബാക്കിയുള്ളവരും നാളെ തെരുവിലേക്ക് ഇറങ്ങുക. പിച്ചക്കാരെ പോലെ കടത്തിണ്ണയിലേക്ക്. ഇവിടെ കടത്തിണ്ണയിലേക്ക് ആരും പോകുന്നില്ല. അതിനുള്ള അവസരമൊന്നും ദൈവം ഉണ്ടാക്കില്ല. പിന്നെ എങ്ങോട്ട് പോവും? നിങ്ങൾക്കുണ്ടല്ലോ കുറെ തറവാട് സ്വത്തുക്കളും ഏക്കർ കണക്കിൽ കിടക്കുകയല്ലേ ഒരേയിടങ്ങളിൽ വീടുകളും. കളിയാക്കല്ലേടി. ഒത്തിരി വാഗ്ദാനം തന്ന് മോഹിപ്പിച്ച് തട്ടിക്കൊണ്ടുവന്നൊന്നല്ലല്ലോ നിന്നെ. എല്ലാം അറിഞ്ഞിട്ട് സന്മനസ്സോടുകൂടി തന്നെയാ നീ എന്റെ കൂടെ വന്നത്. സംഗതി സക്സസ്. ഞാൻ അടിച്ചു മാറ്റി. അമ്പട ഭയങ്കര. എങ്ങനെയാ കാര്യം സാധിച്ചത്? അതൊക്കെ സാഹസിക കഥയാ. എല്ലാം വിവരിച്ച് പറയാം. പിന്നെ ആവട്ടെ. ഓക്കെ. ഇവിടത്തെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയും അംബിക വർമ്മ. ഞാനും തൽക്കാലത്തേക്കൊരു വർമ്മയാണല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. അതങ്ങനെ തന്നെയാ. ഹലോ ഹലോ, അംബിക മാഡം അല്ലേ? അതെ, അംബിക വർമ്മയാ. ആരാ? ഞാൻ ജയചന്ദ്ര വർമ്മ. ഓ സോറി, ഞാൻ ജയന, രാജുവിന്റെ അളിയൻ ജയൻ. ജയനോ? മറ്റേ ഊളയാ. ഓണത്തിന് മാവേലി വേഷം കിട്ടിയ ജയൻ, രാജുവിന്റെ അളിയൻ. ഓ, സംസാരിക്കാം. അവൻ രാജുവിന്റെ 1-ാം നമ്പർ പാരയാ. എന്തെങ്കിലും കാര്യം കാണും, സംസാരിക്കേ. ആ, മനസ്സിലായി. അല്ല, എന്തിനാ ജയ വിളിച്ചേ? മേഡം, ഒരു ഹെൽപ്പ് വേണമായിരുന്നു. അതിനാ ഞാൻ വിളിച്ചത്. എന്ത് ഹെൽപ്പാ വേണ്ടേ? മടിക്കണ്ട, പറ ജയ. രാജു അളിയൻ ഞാനൊക്കെ ആ രുക്മിണി ചേച്ചിയുടെ വാടക വീട്ടിലാണല്ലോ താമസിക്കുന്നത്. ഇപ്പൊ രുക്മിണി ചേച്ചി ഇവിടെ വന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അയ്യോ, എന്ത് പ്രശ്നം? അല്ല, പ്രശ്നം അശോ,
അത് കൊള്ളാലോ. അവൾ എന്ത് മര്യാദകടായി കാണിച്ചേ. മാഡത്തിന്റെ ഫ്രണ്ട് അല്ലേ ഈ രുക്മിണി ചേച്ചി? മാഡം പറഞ്ഞ ചേച്ചി കേൾക്കും. അവരോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തരുമോ? അതെന്താ ജയ അങ്ങനെയൊക്കെ പറയുന്നേ? ജയ ഞങ്ങളുടെ റിലേറ്റീവ് അല്ലേ. ജയം പറഞ്ഞാ ഞാൻ കേക്കാതിരിക്കോ? താങ്ക് യു മാഡം. ജയനെ ഫോണ് വെക്കേ, ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഓ ശരി. രാജു, ആ, എന്താ? ശരി മാഡം. അതെ തണ്ടേ, എനിക്കിങ്ങനെ കണ്ട കടത്തിണ്ടേ കിടക്കാനും പോലീസുകാരുടെ തല്ലുകൊള്ളാനും ഒന്നും പറ്റത്തില്ല. ഞാൻ എന്റെ വീട്ടിൽ പോകും. അല്ല, മന്ത്രിമോൾ എങ്ങോട്ടാ? വല്ല കടത്തിണ്ണെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണോ? ഞാനൊന്ന് പുറത്തേക്ക് പോവാ വല്യമ്മേ. അല്ല, ഈ ഗതിയില്ലാത്ത അഗതികൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന എന്തോ ഒരു പദ്ധതി ഉണ്ടല്ലോ മന്ത്രിയുടെ വകുപ്പില്. അങ്ങനെയെങ്കിലും ദരിദ്രവാസിയായ ഭർത്താവിനെ ഒന്ന് സഹായിക്കുക. ഒരു മന്ത്രി കൊച്ചമ്മ, 15 ബംഗ്ലാവുള്ള കെട്ടിലമ്മ.